രണ്ടാം ലോക യുദ്ധകാലത്ത് കൊച്ചി രാജ്യത്ത് ഉണങ്ങിയ ധാന്യങ്ങളുടെ പ്രചരണത്തിനായി മ്യൂസിക്കൽ ബുള്ളക്കാർട്ടും മ്യൂസിക്കൽ ബോട്ടുകളും ഉപയോഗിച്ചതായി ചില ചരിത്രരേഖകളിൽ കാണുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ നിരവധി ഗുരുക്കന്മാർ കൊച്ചിയുടെ മണ്ണിലെത്തി. അവരിൽ പ്രമുഖൻ ഗുൽ മുഹമ്മദ് സാഹിബായിരുന്നു. ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ആദ്യമായി മലയാള പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലായിരുന്നു. സംഗീത സംവിധായകനായ അസീസ് ബാവ ഗുൽ മുഹമ്മദ് സാഹിബിൻ്റെ മകൻ. കൊച്ചിയിൽ കച്ചിക്കാരായിട്ട് പള്ളി ഉണ്ടാക്കി. ഇന്നും ആ പള്ളിയുണ്ട്, പഴയ പള്ളി എന്ന് പറയും, അനഫി പള്ളി എന്നറിയപ്പെടുന്ന. അവിടുത്തെ കാസിമാരായിട്ട് ബാവന്മാരെന്ന് പറയുന്ന എൻ്റെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ പൂർവ്വന്മാരാണ്. ആ കാസിസ്ഥാനം അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും തന്നെ പകർന്നു കൊടുക്കുകയാണ്. പാരമ്പര്യമായിട്ട് ബാവന്മാർ തന്നെ വേണം നിർബന്ധമാണ് ഇത് കച്ചിക്കാർക്ക്. അങ്ങനെയാണ് 14 വയസ്സുള്ള എൻ്റെ ബാപ്പ, അതായത് ഗുൽ മുഹമ്മദ് സാഹിബ് എന്ന് പറയപ്പെടുന്ന വിശ്വവിഖ്യാതനായ കലാകാരൻ, സംഗീതജ്ഞൻ, അദ്ദേഹയുടെ പള്ളിയിൽ ഖാലിയായിട്ട് ജോലി എടുക്കുന്നത്. ഈ 14 വയസ്സിൽ ജോലി എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ധാരാളം ഖുർആനിലും മതപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം പാണ്ഡിത്യം നേടുകയും ചെയ്തു. അദ്ദേഹം അന്നത്തെ കാലത്ത് സുന്ദരാമ്പാൾ തുടങ്ങിയവർ അഭിനയിക്കുന്ന വലിയ നാടകങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ഹാർമോണിയം വായിക്കുന്ന, അത് ചവിട്ടുപെട്ടി 2 വീണ്ടും വായിക്കുന്ന ഹാർമോണിയം വായിച്ചുകൊണ്ട് അന്ന് അതിനു വേണ്ടിയിട്ട് ഹാർമോണിയം വായിച്ച് പാടുകയും ചെയ്യുന്ന ഒരു ഭാഗവതരുടെ സ്ഥാനമായിരുന്നു ബാപ്പയ്ക്ക്. ബാപ്പ പഠിപ്പിച്ചിരുന്ന ഒരു ഖവാലിയുടെ 2 വരികൾ അവിടെ ഓർക്കുകയാണ്. മൈ ആഖാ സമജ് ലൂं कि मौला समझ लूं हबीबे खुदा हो कहो क्या समझ लूं मैं आँखा समझ लूं कि मौला समझ लूं हबीबे खुदा हो कहो क्या समझ लूं. 1940-കളിൽ കൊച്ചിയുടെ സംഗീത രാവുകൾക്ക് ലഹരി പകർന്ന ഹിന്ദുസ്ഥാനി ഗായകനാണ് മങ്കേഷ് റാവു ഗോൾവേക്കർ. അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് കൊച്ചിയുടെ സംഗീത പ്രവർത്തനങ്ങൾക്ക് ഔന്നത്യം നൽകിയത് അബ്ദുൽ ഖാദർ വക്കീൽ എന്ന മഹാനായ കലാകാരനായിരുന്നു. അബ്ദുൽ ഖാദർ വക്കീലിൻ്റെ മകൻ ഷൗക്കത്ത് കാഴ്ചശക്തി ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരുകേട്ട അഭിഭാഷകനും സിനിമാ നിർമ്മാതാവുമൊക്കെയായിരുന്ന അബ്ദുൽ ഖാദറിൻ്റെ കുടുംബം ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ ഒരു വാടക വീട്ടിൽ കഴിയുന്നു. ആരോടും പരിഭവിക്കാതെ ഇല്ലായ്മകൾ പരസ്പരം പങ്കുവെച്ച്. ചെറുതായിട്ടുള്ളൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, അന്ന് പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളോട് വന്നിട്ട് പ്രോഗ്രാം കേൾക്കാൻ പറയും. എൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും ഞങ്ങളങ്ങനെ പ്രോഗ്രാം കേൾക്കും. അന്ന് പാടിയ പാട്ടൊന്നും എനിക്കത് ഓർമ്മയില്ല. ഉപ്പേനെ തബല വായിക്കണം. അന്ന് ഈ ഹാർമോണിയം വായിക്കുന്നത് ഒരു ആരിസ് ബായി എന്ന് പറയും, കോഴിക്കോടുള്ള അദ്ദേഹമാണ് വായിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയാ മുറിഞ്ഞാപ്പും പറിച്ചിട്ട് കറിച്ചട്ടി ചിരട്ടയാ മുറിഞ്ഞാപ്പും പറിച്ചിട്ട് കറി വെച്ച് കളിച്ചതും മറന്നു പോയോ. കറി വെച്ച് കളിച്ചതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ
അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ, ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. മ്യൂസിക്കൽ മീറ്റ് എന്ന സംഘടന രൂപീകരിച്ച് ലോകപ്രശസ്തരായ സംഗീതജ്ഞരെ കൊണ്ടുവന്ന് കൊച്ചിക്കാരെ അമ്പരിപ്പിച്ചതും അബ്ദുൽ ഖാദർ വക്കീൽ തന്നെ. അബ്ദുൽ ഖാദർ വക്കീൽ മുൻകൈ എടുത്തിട്ടാണ് ആ മ്യൂസിക്കൽ മീറ്റ് സംഘടന ആരംഭിച്ചത്. അതിൻ്റെ കീഴിൽ രവിശങ്കർ, ബിസ്മില്ല ഖാൻ, പർവീൻ സുൽത്താന, ലക്ഷ്മി ശങ്കർ, ഇങ്ങനെ ഒരുപാട് ലോകപ്രസിദ്ധരായ മ്യൂസീഷ്യൻസിനെ കൊച്ചിയിൽ കൊണ്ടുവരാനും പരിപാടി നടത്താനും മുൻകൈയെടുത്ത ആളാണ് വക്കീൽ. സംഗീത നാടകങ്ങളുടെ ഒരു ധാരയും ഇവിടെ സജീവമായിരുന്നു. തമിഴ് സംഗീത നാടക പാരമ്പര്യത്തെ പിൻപറ്റി വളർന്നു വന്ന നമ്മുടെ ചരിത്ര പുരാണ നാടകങ്ങളിൽ സംഗീതം നിറഞ്ഞു നിന്നു. ശ്രീ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് അടക്കമുള്ള കലാകാരന്മാർ അരങ്ങുവാണിരുന്ന ഒരു കാലമായിരുന്നു അത്. നെൽസൺ ഫെർണാണ്ടസ് 1958 മുതൽ നാടകരചയിതാവ്, ഗാനരചയിതാവ്, സംവിധായകൻ ഒക്കെയായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് കേരള സർക്കാരിൻ്റെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കർണാടക സംഗീതം കൊച്ചിയിൽ ഇത്രയേറെ പ്രചരിക്കാനായിട്ടുള്ള കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മേജർ നാടക സെറ്റുകളായിരുന്നു. ഇപ്പോൾ കിട്ടപ്പ ഭാഗവതർ, MS സുബ്ബലക്ഷ്മിയൊക്കെ ഇവിടെ വന്നിട്ട് നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ അന്ന് നാടകത്തിൽ സംഭാഷണമില്ല, എല്ലാ സംഗീതമാണ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും കർണാടക സംഗീതത്തിന് ഇവിടെ പ്രചാരം കിട്ടാനായിട്ടുള്ള കാരണം, നാടകമായിരുന്ന കാരണം. ജോൺ പെയിൻ്റർ. മലയാള നാടകവേദി ഏറെ സമ്പന്നമായിരുന്ന 70കളിൽ പിന്നണിയിൽ വയലിനിസ്റ്റായി കലാപ്രവർത്തനം തുടങ്ങിയ ജോൺ പിന്നീട് നാടകഗാനങ്ങൾ കാസറ്റുകളായി മാറിയപ്പോൾ തൊഴിൽ രഹിതനുമായി. കുടുംബം പുലർത്താൻ ഫോർട്ട് കൊച്ചി അമരാവതിയിൽ തേപ്പുകട നടത്തുന്ന ജോൺ വല്ലപ്പോഴും വയലിൻ കച്ചേരിക്കും പോകാറുണ്ട്. ഞാൻ ഈ കലാരംഗത്ത് വന്നിട്ട് 42 വർഷത്തോളമായി. പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഞാൻ സഹകരിച്ചിട്ട് അതിനുശേഷം തിരിച്ച് ഞാൻ നാടകമൊക്കെ കാസറ്റായിപ്പോയി. കാസറ്റായിപ്പോയതിന് ശേഷം പിന്നെ എനിക്ക് ജോലിയില്ലാണ്ടായി. പിന്നെ വീണ്ടും ഞാൻ ഇതേപോലെയുള്ള അമേച്ചർ നാടകത്തിൻ്റെ കൂടെയൊക്കെ പോയി. അമേച്ചർ നാടകത്തിൻ്റെ പിന്നിൽ വായിക്കാനൊക്കെ പോയി. പ്രത്യേകിച്ച് ആങ്ങളൊക്കെ അനുഭവിച്ചു. എന്നെ ചേട്ടന്മാരൊക്കെ കൊണ്ടുപോയിട്ട് ജോലിക്ക് വേണ്ടി പലയിടത്തും കൊണ്ട് വർക്ക് ഷോപ്പിലൊക്കെ ആക്കിയാണ്, പണി പഠിക്കാൻ. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിനോട് ഭയങ്കര ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ നമുക്കൊരു ഒരിടത്തും എത്തുംപിടിയില്ലാണ്ടായിപ്പോയി. മുന്നൂറ് വർഷം പഴക്കമുള്ള ജർമ്മൻ വയലിൻ്റെ തന്ത്രികളിൽ ശിവരഞ്ജിനി രാഗത്തിനായി വിരലുകൾ അമർന്നപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു, അറിയാതെ ഒന്ന് വിതുമ്പി. കൊച്ചിക്കാർക്ക് ഒറ്റ ഭായിയേ ഉള്ളൂ, H. മെഹബൂബ്. ഒരവധൂതനെപ്പോലെ ബൊഹീമിയനായി സിനിമാ പാട്ടുകാരൻ്റെ ആടയാഭരണങ്ങളില്ലാതെ കൊച്ചി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഗായകൻ. മെഹബൂബ് ഹൃദയം കൊണ്ട് പാടി, ഒരു ദേശം മുഴുവൻ അത് ഏറ്റുപാടി. കായലിനരികെ കൊടികൾ പറത്തി കുതിച്ച് പൊങ്ങിയ കമ്പനികൾ. കായലിനരികെ എന്ന പാട്ട് മെഹബൂബ് പാടി നടന്നിരുന്നത് ഇങ്ങനെയെന്ന് കിഷോർ അപ്പു. കനത്ത് നിൽക്കും കമ്പനികൾ കായലിനരികെ, ഈ കായലിനരികെ
fiercelessly, Aspen Wall, Volca, Touch and See, Bombay Company, Madura Company, A.V. Thomas Company. കൊച്ചിയിലെന്നും കപ്പലടുക്കണ്, ചരക്കിറക്കണ്, ചരക്ക് കയറ്റണ്, നമ്മുടെ റബ്ബറും കയറും തേയില കുരുമുളകേലം കേറ്റിയയക്കണ്, നമ്മുടെ നാടിന് കരള് തുടിക്കണ്, വയറ് വിശക്കണ്, നോ വേക്കൻസി. 6-ാം വയസ്സിൽ ഗാനമേള വേദിയിലേക്ക് മെഹബൂബ് ബായ് കൈപിടിച്ച് കയറ്റിയ ജൂനിയർ മെഹബൂബ് പാടുന്നു. ബായിയുടെ സ്വകാര്യ ഗാനശേഖരങ്ങളിലൊന്ന്. ഞാനാണ് നാടുവാഴി, നാട്ടാരെ കണ്ണിൽ പൂഴി, നിറയ്ക്കുന്നതെന്തിനായി, നാശം വരും ചങ്ങായി. നടത്തത്തിലെന്തു ജോറ്, പഠിത്തത്തിലോ ഫക്കീറ്, കിടത്തത്തിനില്ലതാറ്, കിബറാണെങ്കിൽ കതീറ്. നാവിൻ തലയ്ക്ക് കെട്ട്, അല്ലെങ്കിൽ തേൻ പുരട്ട്, ഇതിനാൽ വരും ഹലാക്ക്, ഇനിയൊന്നു പിൻവലിക്ക്. അത് മ്യൂസിക്കൽ ക്ലബ്ബുകളുടെ കൂടി കാലമായിരുന്നു. 4 ആൾ കൂടുന്നിടത്തൊക്കെ ക്ലബ്ബുകളും മെഹഫിലുകളും. ആ കാലത്ത് കുന്നമ്പുറം ഫോട്ടോ വെച്ച് കുന്നമ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രേംസാഗർ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. അവിടെ പലരും വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ട് പാട്ടിൻ്റെ ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അന്ന് അവിടെ തബല വായിച്ചത് ആ കാലത്ത് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ അമ്മാട്ടി ഉസ്താദ് എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം വായിക്കുന്നത് കേൾക്കാം. ആ കൂട്ടത്തിൽ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ചെറുതായി ഭാഗത്തുനിന്ന് കുറേ അധികം ആൾക്കാരുണ്ട്. എന്തായാലും ഒരു സംഗീതത്തിൻ്റെ ഒരു ഒച്ചപ്പാട് സന്ധ്യയിലുണ്ടാവും അവിടെ. കൊച്ചിയുടെ സംഗീത ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് മലയാള സിനിമാ സംഗീതത്തെ കസ്തൂരി മണപ്പിച്ച അർജുനൻ മാസ്റ്റർ. അതുകൂടാതെ തന്നെ പല ക്ലബ്ബുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പീപ്പിൾസ് ലീഗ്, സ്പോർട്സ് ആൻഡ് ആർട്സ്, PSKs കരിപ്പാലത്തുള്ള, അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു സംഘടനകൾ, ക്ലബ്ബുകൾ, സംഘടനകൾ. ഇവിടെ എല്ലാം എപ്പോൾ നോക്കിയാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് പാട്ടും ഒച്ചപ്പാടും എപ്പോഴും ഉണ്ട്. തബല വായന, ഹാർമോണിയം വായന, അങ്ങനെ കേൾക്കാം. അങ്ങനെ കേട്ടാണ് നമ്മൾ വന്നത്. റഹീം മ്യൂസിക് ക്ലബ്ബ്, ഇക്ബാൽ മ്യൂസിക് ക്ലബ്ബ്, പ്രേമസാഗർ കലാമന്ദിർ, അങ്ങനെ സംഗീത കൂട്ടായ്മകൾ നിരവധി. കല്യാണരാവുകൾ, കടപ്പുറങ്ങൾ, ബോട്ട് ജെട്ടികൾ, നാട്ടിൻപുറങ്ങൾ, എവിടെയും പാട്ടിൻ്റെ കടലിരമ്പം. ദുഃഖം നീക്കണേ, മക്കം കാട്ടണേ, കോനെ ദൂതർ റൗള കണ്ട് മൂത്താക്കണേ. ഇത് കല്യാണ വീടുകളിലെ മാപ്പിളപ്പാട്ടുകാരനും കെസ് പാട്ടുകാരനുമായിരുന്ന ബിസ്മില്ല അബു. സൈക്കിൾ റിക്ഷ തൊഴിലാളിയായിരുന്ന അബു 17 വയസ്സ് മുതൽ പാടിത്തുടങ്ങി. അറബി മക്കാമ ദീനിലാവേ, ഹക്കുടയോനെ ഈനനയന്നെ, അറബി മക്കാമ ദീനിലാവേ, മദീന നിലാവേ. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ രൂപീകരണത്തെക്കുറിച്ച് അതിൻ്റെ സെക്രട്ടറിയായ ഹുസൈൻ. റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഫസ്റ്റ് രാഗ് എന്ന് പറഞ്ഞിട്ട് ഈ കലാസംഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ഗാനമേള സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗസൽസിനും ഓൾഡ് ഹിന്ദി ഹിറ്റ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ചേഞ്ച്, ഗാനമേളയല്ല, അങ്ങനെ ഒരു ചേഞ്ച് പ്രോഗ്രാം അത് ശരിക്കും ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് സത്യം. മൂവായുടെ ഒരു ഓർമ്മകൾക്കായിട്ട് ഒന്നുമില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, ഇങ്ങനെ സുഹൃത്തുക്കളെല്ലാം കൂടി ആലോചിച്ചിട്ട് നമുക്ക് ബായുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാം, ബായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്നുള്ള ആശയം വരുന്നത്. അത് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര ആണ്. അത് എനിക്ക് 1985